ഇന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല വ്യക്തി ആരാന്നറിയോ? അത് നമ്മൾ തന്നെയാണ്. നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങിയാലാണ് മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ തോന്നുള്ളൂ. നമ്മളിലേക്ക് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നമ്മളിലുള്ള വിശ്വാസം, അതൊക്കെയാണ് റിയൽ ആയിട്ടുള്ളത്. മറ്റുള്ളവർ നമുക്ക് തരുന്ന സ്നേഹമായാലും വിശ്വാസമായാലും അത് നമുക്ക് കിട്ടുന്നൊരു ബോണസാണ്, അത് എക്സ്ട്രാ കിട്ടുന്നതാണ്. നമ്മളാണ് നമ്മളിൽ വിശ്വാസം കൊണ്ടുവരേണ്ടത്, അല്ലേ? നമുക്ക് നമ്മളുടെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെങ്ങനെയാണ് നമ്മളെ വിശ്വസിക്കുക? നമ്മൾ നമ്മുടെ ചിന്തകളാണ് എല്ലാത്തിനും പ്രശ്നം. നമ്മളുടെ ക്വാളിറ്റി ഓഫ് തിങ്കിങ് ആണ് നമ്മളുടെ സന്തോഷത്തിന്റെ ആ ഒരു അടിസ്ഥാനം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നമ്മളുടെ തോട്ട്സിനെ മാറ്റുക. നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറത്താണ് നമുക്ക് അതിനേക്കാൾ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി സ്ട്രോങ് ആണ് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി സ്മാർട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളുടെ സെൽഫ് ഡൗട്ടാണ്, അല്ലേ? ഡിപ്രഷൻ, ഡൗട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുക. അതിന് അപ്പുറത്തേക്ക് നമ്മൾ കടക്കില്ല. അതിന് കടക്കണമെങ്കിൽ അയ്യോ എനിക്കതിന് അപ്പോഴേക്കും ഡൗട്ടായി, ഞാനത് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമ്മളുടെ കഴിവിലുള്ള ഒരു വിശ്വാസക്കുറവ് അവിടെ വരികയാണ്. നമ്മൾ നമ്മളുടെ കഴിവുകളിലേക്ക് നമ്മളെ വിശ്വസിക്കൂ. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ വിശ്വസിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. മറ്റൊരാളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ആരും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളെ വിശ്വസിക്കാം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മളുടെ എന്ത് കാര്യങ്ങളായാലും നമ്മൾക്കറിയാം നമ്മളത് ചെയ്യുമ്പോൾ, അല്ലേ? നമുക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കണം. അതിനെന്ത് വേണം? നമുക്ക് നമ്മളൊരു വിശ്വാസം വേണ്ടേ? അത് നമ്മൾ തന്നെ നേടിയെടുക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ ചേഞ്ച് ആവാൻ ശ്രമിക്കണം. അതായത് ഐ വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്, സോ ചേഞ്ച് കമ്മിങ് ഫ്രം വിത്തിൻ. നമ്മളിലൂടെ ചേഞ്ച് വരുത്തിയതിന് ശേഷം നമുക്ക് ലോകത്തെ ചേഞ്ച് ആക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പറയാം ഈ നാളെ മുതൽ ഞാൻ ഈ ലോകം നേരാക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് എല്ലാവരിലും മാറ്റം വരുത്തണം. നമ്മൾ മാറാണ്ട് മറ്റുള്ളവർ മാറ്റാൻ പറ്റുമോ? നമ്മളാണ് ആദ്യം മാറേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കും. പിന്നെന്താ വേണ്ടത്? നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പരമാവധിയുള്ള സമയം ഉപയോഗപ്പെടുത്തുക. നമ്മൾക്ക് കുറച്ച് സമയമുള്ളെങ്കിൽ ആ സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മളുടെ കഴിവിനെ വളർത്തിക്കൊണ്ടു. നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾക്ക് ആ കഴിവുകളിൽ വിശ്വാസമില്ലാത്ത എന്തുകൊണ്ടാണ്? ആ കഴിവ് അതൊരു സ്കില്ലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോ കുറെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് ഇന്ന് രാത്രി കുറെ കേട്ട് നാളെ മുതൽ ഞാനത് അങ്ങനെയാവും പറഞ്ഞിട്ട് കിടന്നുറങ്ങും. പക്ഷെ നേരം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവാണ്. മാറാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ നമ്മളുടെ അപ്പയ്ക്കോട് സെൽഫ് ഡൗട്ട് വന്നു, ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അതിനിപ്പോ ഞാൻ ആ ചെയ്തതിനനുസരിച്ചുള്ളൊരു എനിക്ക് അതിൻ്റെതായ ഒരു ഔട്ട്കം കിട്ടുമോ എന്നുള്ള ഡൗട്ട് അവിടെ വന്നു തുടങ്ങി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യുക, സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ നല്ലതാണെന്ന് തെളിയിക്കേണ്ടത് മറ്റുള്ളവരുടെ മുന്നിൽ അവർ തരുന്ന അഭിപ്രായമല്ല. അത് നമ്മളൊരു വിശ്വാസം ഉണ്ടായാൽ മതി. നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട കർമ്മത്തെ നമ്മൾ ചെയ്തു എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഇന്നല്ല അതിന്റെ റിസൾട്ട് വരിക, നാളെയാണ്. അതായത് നമ്മൾ ഇന്ന് പ്രസന്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്തിനാണ്? അത് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? നമ്മുടെ ഫ്യൂച്ചറിലാണ്, അല്ലേ? നമുക്കത് നാളെയാണ് കാണാൻ പറ്റുള്ളൂ. ഇന്ന് ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് നമുക്ക് നാളെ കിട്ടുക. അപ്പൊ ഇന്ന് നമ്മൾ പരമാവധി നല്ലത് ചെയ്തെങ്കിലാണ് നാളെ കിട്ടുള്ളൂ. ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ആ റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ജീവിതം. അപ്പൊ നമുക്ക് അതിന് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇന്നത്തെ കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയാം. നമ്മളുടെ 100% അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ആ കാര്യം നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ കഴിവുകൾ വളർത്തി അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ഇന്നലെ എങ്ങനെയാണോ അതിൽ ഒരടിയെങ്കിലും മുന്നോട്ട് വെക്കാനുള്ളൊരു കഴിവ് നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ പഠിക്കുക. എന്തിനാണോ നമുക്ക് ആവേണ്ടത്, നമുക്ക് എന്തൊക്കെ ആവാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇന്നലെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ആ കോൺഫിഡൻസിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വയം വിശ്വസിക്കുക. കഴിയും എന്നുള്ളത് നമ്മളുടെ വിശ്വാസം വേണം. അത് അതിനുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം, അല്ലേ?
അത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ റെഡി ടു ടേക്ക് ചാലഞ്ച്, റെഡി ടു ഫേസ് ചാലഞ്ച്, റിസ്ക് എടുക്കാൻ തയ്യാറാവും. ചാലഞ്ചസ് നേരിടാനുള്ള ധൈര്യം നമ്മൾക്ക്, അതൊക്കെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മളെ കൊണ്ട് കൺട്രോൾഡ് അല്ലാത്ത ഒരു കാര്യങ്ങളേക്കും വേണ്ടി നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം, കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകൊടുക്കുക. ഇതൊക്കെ ചെയ്ത് നമ്മളെ സ്വയം സ്ട്രോങ് ആക്കുക, നമ്മളുടെ കഴിവുകളിലേക്ക് വിശ്വസിക്കുക, നമ്മളിൽ വിശ്വസിക്കുക. അപ്പൊ നമ്മൾക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടും. ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവോട് തന്നിടത്തോടും കൂടി നമ്മൾ ഇന്ന് കുറെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അതിന്റെ റിസൾട്ട് കിട്ടില്ല. നമുക്ക് നാളെയോ മറ്റന്നാളോ ആയിരിക്കും റിസൾട്ട് കിട്ടുക. പക്ഷെ ആർക്കും ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. എല്ലാവർക്കും ഇന്ന് ചെയ്താൽ ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ആരും ഒന്നിനും ഇടപെടാതെ എല്ലാവരും ഇങ്ങനെ തണുപ്പന്മാരായിരിക്കുന്നത്. നമ്മൾ നമ്മളുടെ കഴിവ് വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇന്ന് അതിന്റെ റിസൾട്ട് കിട്ടില്ല, നാളെയോ മറ്റന്നാളോ കിട്ടും. അതിനുവേണ്ടി നമ്മളുടെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ചെയ്യുക. ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് ഭാവിയിൽ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അതിനുള്ളൊരു ക്ഷമയും കൂടെ കാത്തിരുന്നാൽ എല്ലാം ഓക്കെയാണ്.